അസ്സലാമു അലൈക്കും. പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസി ഒരു പ്രസംഗം കാഴ്ചവെച്ചു. വണ്ടിയിൽ വഴുകിക്കേറി വന്നവർ അവർക്ക് എന്താണ് ഈ സമസ്താന്നോ എന്ന പോലെ തന്നെ സുന്നത്ത് ജമാഅത്തൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എന്നാൽ ഇവിടെ ഇന്നുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ കഴിയും ഇവർക്കെങ്കിലും ഇങ്ങനെ ഓരോ സ്റ്റേജ് കിട്ടിയിട്ട് ഇങ്ങനെ പൊതുജനങ്ങളെ വസ്വാസിലാക്കാൻ വേണ്ടിയിട്ട്. മുമ്പ് നാട്ടികസ്ഥതൊക്കെ പറയലുണ്ടായിരുന്നു, എന്തായാലും വഹാബികൾ എന്തെങ്കിലും ഒരു വസ്വാസം ഉണ്ടാകുന്ന കാര്യമാണ് പറഞ്ഞിടുന്നിട്ട് അവർ സുഖമായിട്ട് ചെന്ന് കടന്നുറങ്ങും. എന്നിട്ട് മറ്റുള്ളവരെന്ത് ചെയ്യാണ്, അതിൽ തർക്കിക്കുകയാണ് എന്നതുപോലത്തെ ഒരവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. വണ്ടിയിൽ വൈകി ആദ്യം കയറിയവരെ അവരാണെങ്കിൽ അവർ എത്രയോ അവരെ സമസ്തയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതും, എന്നതുപോലെ തന്നെ അൽ മുബാറക്ക് എന്ന് പറയുന്ന ഒരു പത്രം തുടങ്ങി അതിൻ്റെ പത്രാധിപരായിരുന്നു ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസിന്നും. അതിൽ സമസ്തയെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ലേഖനങ്ങൾ ഇന്നും പലരുടെയും കയ്യിലുണ്ട്, നമ്മളൊക്കെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് അതിൽ എഴുതിയതെന്ന് ഇപ്പോൾ നമ്മളത് എടുത്ത് പറഞ്ഞുകൊണ്ട് ഈബത്ത് പറയാൻ ഉദ്ദേശിക്കണില്ല. സമസ്തനെ വിമർശിച്ചതും അതിനെ ഉപമിച്ചത് എന്തിനോടാണെന്നും 40 അംഗം ഉള്ള ആൾക്കാരെ എന്തിനോട് ഉപമിച്ചെന്നും ഇതൊക്കെ പറയുകയാണെങ്കിൽ അത് പറയാൻ നമ്മളെ നാവ് വരണം, പക്ഷേ നമ്മളെ സംസ്കാരം യോജിക്കണില്ല. അപ്പം എന്ത് ചെയ്യാറോ, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇപ്പം നമ്മൾ പൊതുജനങ്ങൾ വേണ്ടത് നമ്മുടെ ഈമാൻ സൂക്ഷിച്ചുകൊണ്ട് നമ്മളെ ഈമാൻ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇബ്ലീസ് കയറി കൂടിയിട്ട് കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഇപ്പോഴത്തെ ഭിന്നതകളൊക്കെ. എക്കാലത്തും ഭിന്നത അങ്ങനെ തന്നെ. മുമ്പ് AP പിരിഞ്ഞ സമയത്ത് ഇപ്പോഴും എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും APനെ വിമർശിക്കാതെ പരിപാടി നടത്തലില്ല. കാരണം എന്താ വെച്ചാൽ APനെ പറയലോട് കൂടെ എന്ത് ചെയ്യും, ആൾക്കാർ ഇവരെ ശ്രദ്ധിക്കുന്നു, ഇവർക്ക് സ്ഥാനം കൊടുക്കുന്ന കരുതിയത്. പക്ഷേ അതിൻ്റെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അയാളെ സംഘടന ഒരു രൂപത്തിലൂടെ നീങ്ങി എല്ലാ വിമർശനങ്ങളും തരണം ചെയ്ത് കണ്ട് അദ്ദേഹം സംഘടനയുമായിട്ട് ജീവിക്കുക ചെയ്യണത്. എന്നാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളെ അവർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം ഏതാണെങ്കിൽ ആ രാഷ്ട്രീയത്തിൻ്റെ ആളുകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനവൻ്റെ ഉള്ളിലുള്ള കാര്യം അവനല്ല പറയാം. എത്രത്തോളം എന്ന് വെച്ചാൽ ഇവിടെ പത്രാധിപർ വരെ പറയാണ്, ഈ കമ്മ്യൂണിസ്റ്റ് അനുകൂലികളെന്ന് വലിയ വലിയ പണ്ഡിതന്മാരെ നോക്കി ഇതിന് നമ്മളെന്ത് ചെയ്യാണ്, സപ്പോർട്ടും ചെയ്യാണ്. അവർ കമ്മ്യൂണിസ്റ്റാണെന്ന് ആരെ പറഞ്ഞു, അവർ കമ്മ്യൂണിസ്റ്റാണെന്ന് അവർ പറഞ്ഞു. അവൻ്റെ ഹൃദയത്തിലുള്ള ആണല്ലോ. അപ്പോൾ വഹാബികൾക്കൊരു സ്വഭാവമുണ്ട്, സുന്നികളെ മുശ്രിക്കാക്കാൻ അറിയണം. ആ മുശ്രിക്കും ഷിർക്കും തൗഹീദും വിശ്വാസത്തിനോട് ബന്ധിച്ചതല്ലേ. എന്നാൽ നമ്മളെ വിശ്വാസം അവർ കടെടുത്തുകൊണ്ട് ഇന്നത് അങ്ങനെ വിശ്വാസം എന്ന് പറയുന്നത് ഇതേ ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. ഇതിൻ്റെ ഈ കുരുത്തക്കേടിൻ്റെ ഒക്കെ ഫലം ഇതിൻ്റെ എവിടേക്കാ ചെന്നെത്തുക എന്ന് ആർക്കറിയാം. ഏതായാലും അല്ല നമ്മളെ കാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇത്തരം ഈ സമയത്ത് മൗനം വിദ്വാനുഭൂഷണം എന്നേ പറയാനുള്ളൂ. അള്ളാഹ് നമ്മളൊക്കെ സലാമത്തിലാക്കട്ടെ എന്നും ഇത്തരം ഷെറിൽ നിന്ന് നമ്മളെ മഹല്ലുകളെയും നമ്മളെ പള്ളികളൊക്കെ അള്ളാഹ് കാക്കട്ടെ എന്നും മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കട്ടെ എന്ന് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ പുറത്തുനിന്നുള്ള ശല്യത്തിനേക്കാൾ ഏറ്റവും ഗൗരവമാണ് ഉള്ളിലുള്ള ശല്യങ്ങൾ. അപ്പോൾ ഇതിങ്ങനെ തളച്ച് പൊന്തിയിട്ട് മനുഷ്യനൊന്നായിട്ട് ഈമാൻ നശിച്ച് ഒന്നും വേണ്ട എന്നുള്ള യുക്തിവാദത്തിലേക്ക് നീങ്ങാനുള്ള ഒരു മാർഗം മനുഷ്യൻ തിരയുന്നതിൻ്റെ മുമ്പ് ഇവരൊക്കെ ഒന്നായി കണ്ടിട്ട് ഇവരൊക്കെ യോജിച്ച് കണ്ട് എന്ത് ചെയ്യണം, ഈ കാര്യത്തിലൊക്കെ തീരുമാനം എടുക്കണം എന്നാണ് ഒരു നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്നതിനെ പുറത്തവർക്ക് പറയാനുള്ളത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.